ഹലോ, വീണ്ടും നമ്മൾ പോക്കിമോൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് വന്നത്. ഇത് എപ്പിസോഡ് 45ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്ലേ ലിസ്റ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇതുപോലെ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷന് പോകാം. ഒരു നല്ലൊരു പോക്കിമോൻ മാസ്റ്റർ ആവണമെങ്കിൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ ടീം അത്യാവശ്യത്തിന് നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം അവർക്ക് വേണ്ടത് റിലാക്സ് ചെയ്യണം. എന്തോ ഭാഗ്യത്തിന് അവർ പോയ ദിവസം തന്നെയായിരുന്നു ആ ഗ്രാമത്തിലെ കാർണിവൽ നടക്കുന്നതും. ആശം ബ്രോക്കുവാണെങ്കിൽ ഒരു പാർട്ടി മോഡിലേക്ക് മാറും. എന്നാൽ മിസ്റ്റിക്കും പിക്കാച്ചിക്കും ഇപ്പോൾ അതിനൊരു താല്പര്യമുണ്ടാവില്ല. അങ്ങനെയാണ് എപ്പിസോഡിന്റെ പേര് എഴുതി കാണിക്കുന്നത് ദ മാർച്ച് ഓഫ് ദ എക്സിക്യൂട്ടർ സ്ക്വാഡ്. മിസ്റ്റിക്കും പിക്കാച്ചിക്കും താല്പര്യം അവിടുത്തെ റൈഡ്സ് ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യുക. അതാണ് അവർ ചെയ്യുന്നതും. റൈഡ്സ് ഒക്കെ വേറെ ലെവൽ തന്നെ. പിക്കാച്ചു, നിനക്കിനി അടുത്തത് എയിലാണ് കയറേണ്ടത്. അപ്പോഴായിരിക്കും മിസ്റ്റർ ശ്രദ്ധിക്കുക, ഒരു മജീഷ്യനെ ഒരു സ്ത്രീ വായിക്ക് പറയുന്നുണ്ട്. അതും പണം കൊടുക്കാത്തതിന്റെ പേരിൽ. എക്സ്ക്യൂസ് മീ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പോൾ ആ മജീഷ്യൻ പറയും, നിങ്ങൾ വിചാരിച്ചാൽ എന്നെ സഹായിക്കാൻ പറ്റും. നിങ്ങളെ കണ്ടിട്ട് നല്ലൊരു കുട്ടിയായി തോന്നുന്നുണ്ട്. നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അവസ്ഥ മോശമാകുമെന്നൊക്കെ ആ മജീഷ്യൻ പറയും മിസ്റ്റിനോട്. മിസ്റ്റി ആണെങ്കിൽ ഒരു താല്പര്യമില്ലാതെ ഓക്കെ എന്ന് പറയും. ഒരുപാട് നന്ദിയുണ്ട്, ഞാൻ മാജിക് ചെയ്യുമ്പോൾ എൻ്റെ അസിസ്റ്റന്റായി നിൽക്കാമെന്ന് പറഞ്ഞതിനെന്ന് അയാൾ പറയും. അയാളുടെ കയ്യിൽ കുറച്ച് പോക്കിമോൺസ് ഉണ്ട്, മുട്ട പോലെയില്ലേ. അതിന്റെ പേരാണ് എക്സിക്യൂട്ട്. ഞാനൊരു മജീഷ്യനാണ്, എൻ്റെ പേര് മെൽവിൻ. ഞാൻ അത്ര വലിയ ഫേമസ് ഒന്നുമല്ല, പക്ഷെ ഞാൻ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ മാജിക് ആക്ടിൽ. എൻ്റെ ആഗ്രഹമാണ് വേഗാസിൽ എനിക്കൊരു മാജിക് ഷോ റൂം. എൻ്റെ മാജിക് ഷോ കാണാൻ വേണ്ടി 1000 ആൾക്കാരും. അത്രമാത്രമേ എൻ്റെ ചെറിയ ആഗ്രഹമുള്ളൂ. അങ്ങനെ മാജിക് ഷോ തുടങ്ങും. മിസ്റ്റി ആണെങ്കിൽ ഗോൾഡിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. ഒപ്പം പിക്കാച്ചുവും ഉണ്ടാകും. അങ്ങനെ അവിടെ നിൽക്കുന്ന കുറച്ച് പേർക്ക് മെൽവിനെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പോഴായിരിക്കും അങ്ങോട്ട് ആശും ബ്രോക്കും കയറി വരിക. മിസ്റ്റി, നീ എന്താണ് മോഡൽ ചെയ്യുന്നത്? നീയും ഈ ഷോന്റെ ഭാഗമാണോ എന്ന് ആശ ചോദിക്കും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് മിസ്റ്റി ചോദിക്കും. നിന്റെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് ആശ പറയും. അങ്ങനെ എക്സിക്യൂട്ട് എന്ന പോക്കിമോനെ കാണും. അപ്പോൾ പോക്കിടെക്സ് പറയും, ഇതൊരു എഗ് ടൈപ്പ് പോക്കിമോനാണ്, ഇതിന്റെ പവർ സൈക്കിക് ആണെന്നും പറയും. മാജിക് ഷോ തുടങ്ങുമ്പോൾ ഒന്ന് പാളുമെങ്കിലും പിന്നീട് ഇത് റെഡിയായി വരും. റെഡി ലാസ്റ്റ് അത് ഓവറാവും. അങ്ങനെ മൊത്തം മാജിക് ഷോവും അവിടെ നിർത്തേണ്ടി വരും. അങ്ങനെ കാർണിവൽ നടത്തുന്ന മുതലാളി വന്ന് മെൽവിനെ നന്നായി തന്നെ ചീത്ത പറയും. ഇനി ഇവിടെ നിന്നെ കണ്ടുപോകരുതെന്നൊക്കെ പറയും. അങ്ങനെ മെൽവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മിസ്റ്റി വരും. മെൽവിൻ പറയും, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരും, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല. നന്നായി മാജിക് ചെയ്യാൻ പോലും എന്നെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ നിർത്തി പോകാൻ പാടില്ല. തോറ്റാലും തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരിച്ചു വരണം. നിങ്ങൾക്ക് പുതിയ ട്രിക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് ആശ് മോട്ടിവേഷൻ കൊടുക്കും. ബ്രോക്ക്, അതെ, നമുക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ബ്രോക്കും പറയും. അതെ ആശ്, ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒരു തവണയൊക്കെ പറയാറുള്ളൂ എന്ന് മിസ്റ്റി പറയും. പുതിയ ട്രിക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ഞങ്ങളും സഹായിക്കാമെന്ന് ആശും കൂട്ടുകാരും പറയും. അപ്പോൾ മെൽവിന് ഒരു ഉണർവാകും. മെൽവിൻ പറയും, എന്നാൽ ഞാൻ ശ്രമിച്ചു നോക്കാം. ഇതൊക്കെയാണെങ്കിൽ ടീം റോക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മെൽവിൻ ആശനും കൂട്ടുകാർക്കും ചെറിയ മാജിക് ഒക്കെ കാണിച്ചു കൊടുക്കും. പക്ഷെ അതും പാളിപ്പോകും. അപ്പൊ മെൽവിൻ ആകെ തകർന്നു പോകും. അങ്ങനെ ആശ എണീച്ച് പറയും, ഞാൻ നിങ്ങൾക്ക് ഒരു മാജിക് കാണിച്ചു തരാമെന്ന്. ആശ അങ്ങനെ വേഷമൊക്കെ മാറി വന്ന് ഒരു ബോക്സ് എടുത്ത് മുന്നോട്ട് വെക്കും. നിങ്ങൾക്ക് ഈ ബോക്സിൽ നിന്ന് എന്തൊക്കെയാണ് കാണേണ്ടത്? ഫയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, അതുപോലെ ലീവ്സും ഉണ്ട് എന്ന് പറയും. ഫയർ വേണമെന്ന് പറഞ്ഞാൽ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് ഫയർ വരും. ഇനി വാട്ടർ ആണെങ്കിൽ വാട്ടറും വരും. സംഭവം വളരെ സിമ്പിളാണ്. ആശിന്റെ കയ്യിലെ 3 പോക്കിമോൺസ് ആണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ പിന്നെ അവർ ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ആകെ തമ്മിലടിയാകും. അങ്ങനെ ആശിന്റെ പ്ലാൻ മൊത്തം പാളും. പിന്നെ ആശ മെൽവിനോട് ചോദിക്കും, നിങ്ങളെ കയ്യിൽ എക്സിക്യൂട്ട് എന്ന ഈ പോക്കിമോൻ മാത്രമേ ഉള്ളൂ, ഇതെന്താണ് ചെയ്യുക എന്നും ആശ ചോദിക്കും. എക്സിക്യൂട്ട് എന്ന പോക്കിമോൻ അതിന്റെ പവർ ഉപയോഗിച്ച് ആശിനെ മൊത്തം കൺട്രോൾ ചെയ്യും. മെൽവിൻ ആശിനോട് പറയും, ബൾബസൺ പോലെ അഭിനയിച്ച് 3 തവണ വട്ടത്തിൽ ചുറ്റൂ എന്ന്. അതാണെങ്കിൽ ആശ നന്നായി തന്നെ കാണിച്ചു കൊടുക്കും. മെൽവിനും ആശും തനിച്ച് ലീഫ് ഫോറസ്റ്റിലേക്ക് പോകും. എന്നാൽ ടീം റോക്കറ്റ് അതും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ടീം റോക്കറ്റിന്റെ പ്ലാൻ എന്താ വെച്ചാൽ അവരെ ഫോളോ ചെയ്തു പോവുക. എന്നാൽ ബ്രോക്കും പീക്കാച്ചും മിസ്റ്റിയും ആശിനെ തെരഞ്ഞു വരുന്നുണ്ടാകും. മെൽവിൻ ഇപ്പോൾ ആശിനെ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ എക്സിക്യൂട്ടറിനെ പോക്കിമോനെ പിടിക്കാൻ വേണ്ടി. അതിന് ആശിനെ മെൽവിൻ ഉപയോഗിക്കും. അങ്ങനെ ചെർമാൻഡറിനെ ബൾബസറിയും സ്കോട്ടിലും ഉപയോഗിച്ച് ആ പോക്കിമോനെ ഡിഫീറ്റ് ചെയ്ത് മെൽവിൻ ഒരുപാട് എക്സിക്യൂട്ടറിനെ മെൽവിൻ സ്വന്തമാക്കും. മെൽവിന്റെ പ്ലാൻ എന്താ വെച്ചാൽ എക്സിക്യൂട്ടറിനെ ഉപയോഗിച്ച് കാർണിവൽ കാണാൻ വന്ന എല്ലാവരെയും കൺട്രോളെടുത്ത് മെൽവിന്റെ മാജിക് ഷോ കാണിക്കണം. പക്ഷെ അപ്പോഴായിരിക്കും അങ്ങോട്ട് ടീം റോക്കറ്റ് വരിക. എന്നാൽ ടീം റോക്കറ്റിന്റെ പ്ലാൻ ആണെങ്കിൽ മെൽവിൻ പിടിച്ച എക്സിക്യൂട്ടറിനൊക്കെ സ്വന്തമാക്കി ടീം റോക്കറ്റിന്റെ യഥാർത്ഥ പ്ലാനിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും മെൽവിന്റെ കയ്യിലെ എക്സിക്യൂട്ട് ഇവോൾവായി എക്സിക്യൂട്ടറായി മാറും. പിന്നെയാണ് അവിടെയുള്ള എല്ലാ എക്സിക്യൂട്ടറും തമ്മിൽ ഹിപ്നോട്ടിസം ചെയ്യും. അങ്ങനെ എല്ലാ എക്സിക്യൂട്ടർ കൺട്രോളും തെറ്റിപ്പോകും. അവരാണെങ്കിൽ അവിടുന്ന്
ടൗണിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും അങ്ങോട്ട് മിസ്റ്റിയും ബ്രോക്കും വരിക. ആ എക്സിക്യൂട്ടർ ആണെങ്കിൽ മിസ്റ്റിയുടെയും ബ്രോക്കിന്റെയും പീക്കാച്ചിനും നേരേക്കും വരിക. അവരോടൊന്ന് മാറി നിൽക്കും. അങ്ങനെ ആഷിന് ബോധം തിരിച്ചു കിട്ടും. അങ്ങനെ ആഷും ടീമും എക്സിക്യൂട്ടറിനെ തടയണമെന്ന് തീരുമാനിക്കും. എക്സിക്യൂട്ടറാണെങ്കിൽ കാർണിവൽ നടക്കുന്ന സ്ഥലം മൊത്തം തകർത്തിട്ടായിരിക്കും ഗ്രാമത്തിലേക്ക് പോകുക. എന്നാൽ ഈ കാർണിവൽ നടത്തുന്ന മുതലാളി പറയും എക്സിക്യൂട്ടറിന്റെ പോക്ക് അത്ര നല്ലതല്ല, അവരെ തടയണം. അതിനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മാർഗമേ ഉള്ളൂ, അത് ടൈം ബോംബാണെന്ന് പറയും. മിസ്റ്റി പറയും അതവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, അവർക്ക് പോലും അറിയില്ല അവരെന്താന്ന് ചെയ്യുന്നതെന്ന്. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് അവരെ തടഞ്ഞേ പറ്റൂ, അതിനു പറ്റിയ മാർഗം ഇത് തന്നെയാണെന്ന് അയാൾ പറയും. അങ്ങനെ ആശാണെങ്കിൽ അത് ഒറ്റയ്ക്ക് തടയണമെന്ന് തീരുമാനിക്കും. ആശാണെങ്കിൽ ആശാന്റെ കയ്യിലെ 3 പോക്കിമോൺസിനെ ഇറക്കും. പക്ഷേ സ്കോയിട്ടലിനെ കൊണ്ടും അതുപോലെ ബൾബസറിനെ കൊണ്ടും വലിയ കാര്യമുണ്ടാവില്ല. എന്നാൽ ചെർമാൻഡറിന്റെ അറ്റാക്ക് അവരെ നോർമൽ ആക്കി കൊണ്ടുവരും. ചെർമാൻഡറിനെ പറ്റുന്നത് പോലെ എല്ലാവരെയും പഴയതുപോലെ ആക്കി കൊണ്ടുവരും. പക്ഷെ ചെർമാൻഡറും ക്ഷീണിക്കും. പിന്നീട് മെൽവിനും ചെർമാൻഡറും ടീമപ്പ് ആവും. എന്നിട്ട് അവരുടെ ഫയർ അറ്റാക്ക് യൂസ് ചെയ്ത് അവരെല്ലാത്തിനും ശരിയാക്കും. അങ്ങനെ അവർ അവരുടെ ലീഫ് ഫോറസ്റ്റിലേക്ക് തന്നെ തിരിച്ചോടും എക്സിക്യൂട്ടേഴ്സ് എല്ലാവരും. പക്ഷെ മെൽവിന്റെ എക്സിക്യൂട്ടർ ആണെങ്കിൽ മെൽവിനെ തെരഞ്ഞു വന്നിട്ടുണ്ടാകും. അങ്ങനെ ആ ടൈം ബോംബും പൊട്ടും, ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എല്ലാം തീർന്നു വിചാരിച്ചിരിക്കുമ്പോഴാണ് ചെർമാൻഡറിന്റെ ദേഹത്തേക്ക് ഒരു മാറ്റം വരിക. അതെ, ചെർമാൻഡർ ഇവോൾവായി ചെർമീലിനായി മാറും. അങ്ങനെ അവർ പോകുന്നതിന് മുമ്പായിട്ട് മിസ്റ്റി മെൽവിനോട് പറയും ഒരിക്കലും ആഗ്രഹത്തെ മറക്കരുതെന്ന്. ആശ പറയും പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. നമ്മുടെ കൂട്ടുകാർക്ക് ഇന്നൊരു വലിയ ദിവസമായിരുന്നു, അവരിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതുകൂടാതെ ചെർമാൻഡർ ചെർമിലിനായി മാറി. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ എപ്പിസോഡ് 45 അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.